ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പഴയ PVC പൈപ്പ് കൊണ്ടുണ്ടാക്കിയ ഗാർഡൻ ഐഡിയാസുകളാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്തത് ഞാൻ ഇത്രയുള്ളൊരു PVC പൈപ്പ് കൊണ്ടാണ്. അപ്പോൾ PVC പൈപ്പും വേണം നമുക്ക്, അതുപോലെ ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയും വേണം. ഇതൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ കിടന്നിരുന്ന പാത്രങ്ങളുടെ മൂടികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ PVC പൈപ്പ് അതിൽ വെച്ച് കൊടുത്ത് ആ ഒരു റൗണ്ട് ഷേപ്പിന് ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തീയിൽ ഇങ്ങനെ ഇതുപോലെ കത്തിയൊക്കെ കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ കട്ട് ചെയ്ത പാത്രം ജസ്റ്റ് ഒന്ന് ആ പൈപ്പിൽ വെച്ചിട്ട് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക. അതുപോലെ തന്നെ ആ ബാക്കിയുള്ള രണ്ടാമത്തെ പാത്രവും ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്യാം. ഇനി PVC പൈപ്പിന് കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കയർ കൊണ്ട് ചുറ്റി കൊടുക്കുക. ഞാനിവിടെ ഹോട്ട് ഗ്ലൂ വെച്ചാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ അവിടെ അത് ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രം ഇതുപോലെ പൈപ്പിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഗ്ലൂ കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗവും കയറുകൊണ്ട് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കയറ് ചുറ്റിയിട്ട് ഇനി ഞാൻ ബാക്കി ആ കട്ട് ചെയ്തിരിക്കുന്ന പാത്രമാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഒരു സ്റ്റാൻഡാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. ഒരു 2 തട്ടുള്ള സ്റ്റാൻഡാണ് ഇപ്പം ഞാൻ ചെയ്യണത്. ഇനി ബാക്കിയുള്ള ആ ഭാഗത്തും കയറ് ചുറ്റി കൊടുക്കുക. ഇപ്പം ഇതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ വെച്ചിട്ട് പല സൈസിലും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഞാനിപ്പോൾ ഈ ചെയ്യണത്. ഇപ്പോൾ ബാക്കിയുള്ള ഭാഗവും കയറ് നല്ല രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനല് ഇതാണ് ഇപ്പം ഇതിൻ്റെ ഒരു ലുക്ക് വന്നിട്ടുള്ളത്. ഇനി അത് നമുക്കൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി ആ പ്ലാസ്റ്റിക് പാത്രങ്ങളിലും അതുപോലെ PVC പൈപ്പിൻ്റെ ഉള്ളിലായിട്ടൊക്കെ മണ്ണിട്ട് കൊടുക്കുക. ഇവിടെ ഞാനൊരു തട്ടിൽ സാധാ ടർട്ടിൽ വെയിനും അതുപോലെ മറ്റേ തട്ടിൽ പർപ്പിൾ ടർട്ടിൽ വെയിനാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി മേലെയുള്ള ആ കയറിൻ്റെ ഭാഗത്ത് ഓർക്കിഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓർക്കിഡ് കയറിൽ നല്ലവണ്ണം ചുറ്റി വന്നോളും. അപ്പോൾ അത് ജസ്റ്റ് വിട്ടു പോകാതിരിക്കാൻ ഒരു വൂള് കൊണ്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ആ PVC പൈപ്പിൻ്റെ ഉള്ളിൽ ഒരു സ്പൈഡർ പ്ലാന്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ കഷ്ണം PVC പൈപ്പിൽ ഞാൻ വെച്ചിരിക്കുന്നത് 4 ടൈപ്പ് പ്ലാന്റ്സുകളാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ നമ്മുടെ ഗാർഡനിലൊക്കെ നല്ല ഭംഗിയും കൊടുക്കുന്ന ഒരു PVC പൈപ്പ് കൊണ്ടുള്ള ഒരു സിമ്പിൾ സ്റ്റാൻഡാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് ഈ ഒരു ഷേപ്പിൽ വരുന്ന പൈപ്പ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിനും ജസ്റ്റ് കയറ് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വർക്കും വരുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ കയറൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് ഫുള്ളായിട്ട് കയറൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തുള്ള നാരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിന് പെയിൻ്റൊക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഈ ഒരു കയറിൽ തന്നെ നമുക്കിത് ഹാങ് ചെയ്തിടാം കേട്ടോ. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അക്രിലിക് പെയിൻ്റാണ്. റെഡ് അതുപോലെ ഗ്രീന് മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിത് ഹാങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ളൊരു കയറെടുത്തിട്ട് ആ പൈപ്പിലൂടെ ഇട്ടിട്ട് ഒരു ഹാങ്ങർ പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ കെട്ടിയ ഭാഗം ഉള്ളിലേക്ക് വലിച്ചെടുക്കണം. അതിങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയ ബോറായി തോന്നുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഇതൊന്ന് ഹാങ് ചെയ്തിടാം. എന്നിട്ട് ആ 2 സൈഡിലൂടെയും കുറച്ച് മണ്ണിട്ട് കൊടുക്കുക.
ഇപ്പോൾ നമ്മളുടെ വർക്കൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ജസ്റ്റ് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിതിൽ മണി പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മണി പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ ആ ഹാങ് ചെയ്തിട്ട കയറുമ്മ കൂടെ ഇത് പടർന്ന് വരികയും ചെയ്യും. മൊത്തമായിട്ട് ഇത് കയറുമ്മ പിടിച്ച് നല്ല ഭംഗിയുണ്ടാകും കാണാൻ. ഇനി ഇതുപോലെയുള്ള ഒരു പൈപ്പ് കൊണ്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു രണ്ടറ്റത്തും കുറച്ച് ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പപ്പടക്കോല് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് തീയിൽ കാണിച്ചു കൊടുത്താൽ നമുക്ക് ഇത് പെട്ടെന്ന് ഹോളാക്കി എടുക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ള ഭാഗം കയറുകൊണ്ട് ഒന്ന് ചുറ്റി കൊടുക്കണം. ഇനി കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് കയറ് ചുറ്റാൻ പറ്റാത്ത ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തും 2 ഹോളിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതും ഹാങ് ചെയ്യാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ളൊരു ടാങ്കീസ് എടുത്തിട്ട് 2 ഹോളിലൂടെയും ഇതിട്ടിട്ട് ഒരു ഹാങ്ങർ പോലെ ആക്കിയെടുക്കാം. ഇനി ഈ ഒരു 2 സൈഡിലും പ്ലാന്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് ടർട്ടിൽ വെയിൻ തന്നെയാണ്. അത് ടർട്ടിൽ വെയിൻ ആകുമ്പോൾ ഹാങ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകുമല്ലോ കാണാൻ. അപ്പോൾ ആ ഒരു ഹോളിൽ ടർട്ടിൽ വെയിൻ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെയുള്ളൊരു ഷീറ്റ് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പ്ലാന്റ്സ് ഇങ്ങോട്ട് തന്നെ വീഴും. ഇനി ഷീറ്റ് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഹോൾ ഉണ്ടാക്കി കൊടുത്ത് ഈർക്കിൽ കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗം ചെയ്തതുപോലെ തന്നെ അടുത്ത ഭാഗത്തും ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. ഇപ്പോൾ ഇത് 2 ഭാഗത്തും ഞാൻ ടർട്ടിൽ വെയിൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് കൂടെ മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ മണ്ണിട്ടാൽ 3 സൈഡിലേക്കും മണ്ണ് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ലാസ്റ്റ് മണ്ണിട്ട് കൊടുത്തത്. എന്നിട്ട് ആ മേൽഭാഗത്ത് എന്തെങ്കിലും പ്ലാന്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മണി പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അടുത്ത വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു പൈപ്പാണ് വേണ്ടത്. എന്നിട്ട് അതിൽ ജസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ അക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പൈപ്പൊക്കെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് കുറച്ച് LED ബൾബുകളാണ്. അപ്പോൾ ഇതൊക്കെ കേടായ ബൾബുകളാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ടോപ്പ് ഭാഗം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഭാഗം കത്തി കൊണ്ട് അടർത്തി കളയാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. LED ബൾബ് കാരണം വലിയ പ്രയാസമൊന്നും ഇല്ലാതെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാ ബൾബുകളും ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള ഒരു പപ്പടക്കോൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും 2 സൈഡിലും ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതുപോലെ ജസ്റ്റ് തീയിലൊന്ന് കാണിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹോൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം എല്ലാത്തിൻ്റെയും 2 സൈഡിലും ഞാൻ ഹോളുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന പൈപ്പിലൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ PVC പൈപ്പിൽ ആദ്യം തന്നെ ഒരു ഹോൾ ഉണ്ടാക്കാം.
അപ്പോൾ പൈപ്പിൻ്റെ എവിടെയൊക്കെയാണോ നമുക്ക് ഈ ബൾബിൻ്റെ ഭാഗങ്ങൾ വെക്കേണ്ടത് അവിടെയൊക്കെ ഇതുപോലെ ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു സ്പൈഡർ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും ഫിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ആണി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല മുറുക്കത്തിൽ അത് അവിടെ ഇരുന്നു കൊള്ളും. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ് ഇതൊക്കെ ചെയ്തെടുക്കാൻ. നമ്മുടെ വീടുകളിലുണ്ടാകുന്ന നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഇതുപോലെ ഗാർഡനിലേക്ക് ഭംഗി നൽകുന്ന ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതും ഞാനൊരു ഹാങ്ങർ പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പൈപ്പിൻ്റെ മേൽഭാഗത്ത് ഒരു 3 ഹോള് ഓൾറെഡി ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് ഇതൊക്കെ കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. ആ ഒരു ബൾബിൻ്റെ താഴ്ഭാഗത്തൊക്കെ കുറച്ച് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നതാണ്. എന്നിട്ട് ഇതുപോലെയുള്ള ഒരു ടാങ്കീസ് കൊണ്ട് നമ്മൾ ഓൾറെഡി ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ PVC പൈപ്പിൻ്റെ മേലെ, അതുകൊണ്ട് ഒരു ഹാങ്ങർ ഷേപ്പിൽ ആക്കി മാറ്റാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ബ്ലാക്ക് പെയിൻറ്റിൽ വൈറ്റ് ബൾബുകളായപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇനി ചെയ്യേണ്ടത് അതിൽ ജസ്റ്റ് മണ്ണൊക്കെ ഇട്ടിട്ട് പ്ലാന്റ്സുകൾ വെച്ച് കൊടുക്കാം. ഞാനിതിൽ സ്റ്റാർ ഗ്രാസ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വന്നോളും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.